മലയാളത്തിൻ്റെ പ്രിയ കവി, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാസ്തിക കവി കുരീപ്പുഴ ശ്രീകുമാറിനെതിരെ വീണ്ടും സംഘപരിവാരത്തിൻ്റെ അതിക്രമം. ഇത്തവണ അദ്ദേഹത്തിൻ്റെ കുത്സിത പ്രവർത്തനങ്ങൾക്കെതിരെയാണ് സംഘപരിവാരം സ്വന്തം നാട്ടിലെ പടയുയർത്താൻ ശ്രമിച്ചത്. അതേക്കുറിച്ച് നമുക്ക് കവിയോട് തന്നെ ചോദിക്കാം. ഇത്തവണ അമ്പലത്തിലെ മൈക്ക് അഴിപ്പിക്കുകയും നിയമപരമായി എന്നെ നേരിടുകയും ചെയ്തതിൻ്റെ പേരിലാണ് താങ്കൾക്കെതിരെ സംഘപരിവാരത്തിൻ്റെ അതിക്രമം ഉണ്ടായത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയാം? മൈക്ക് അഴിപ്പിച്ചിട്ടില്ല, നിയമ നടപടി നടത്തിയിട്ടില്ല. ഇത് ഈ ശബ്ദം 18-ാം തീയതി തൊട്ട്, നവംബർ 18-ാം തീയതി തൊട്ട് അസഹ്യമായ ശബ്ദം ഉണ്ടായി. നേരത്തെ ഒരു 10 വർഷം മുൻപ് കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത് ഈ മൈക്കെടുത്ത് അതിൽ എതിർശേഷത്തിൽ വെച്ചതാണ്. അപ്പോൾ ഈ മണ്ഡലപൂജക്കാലം എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ ഉച്ചത്തിൽ തുടങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് വായിക്കും. ഇന്ന് വായിച്ച കവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള കവിത തിരഞ്ഞെടുക്കും. 5 മണിക്ക് ആ കവിത എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റാത്ത രീതിയിലായി. എനിക്കൊരു ഏകാഗ്രത, വായിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ടിലായി. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് 2 കുഞ്ഞുങ്ങളാണ്. 7 വയസ്സ് ചെയ്തുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. ഇവർക്കിത് കാരണം മിക്കവാറും അസുഖങ്ങൾ, ഇവിടെ അടുത്തുള്ള CC മെഡിക്കൽ കോളേജാണ്, അവിടെ മിക്കവാറും കുട്ടികളെ കൊണ്ടുപോകേണ്ടിട്ടുണ്ട്. ആർക്കും ഒരു സ്വസ്ഥതയില്ല. മൊബൈൽ ഫോൺ വന്നാൽ അറിയില്ല, പുറത്ത് ആൾ വന്നാൽ അറിയില്ല. ഈ വെള്ളം ഇട്ടാൽ മോട്ടർ ഇട്ടാൽ ഓവർഫ്ലോ ചെയ്താൽ അറിയത്തില്ല. ഒരുപാട് വിഷമങ്ങൾ. പിന്നെ ഒരു സ്വസ്ഥതയില്ലായ്മ. അതുമാത്രമല്ല, ഒരു പൗരൻ്റെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ധ്വംസിക്കപ്പെടുന്നു എന്നുള്ള വേദന വേറെ എന്നാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പലതവണ അവരോട് പറഞ്ഞു, അവർ കുറയ്ക്കും, പിന്നെയും കൂട്ടും, പിന്നെയും കുറയ്ക്കും, പിന്നെയും കൂട്ടും, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ നമ്മളോട് പറയുന്നത് 112 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ച് പറയണം. വേറെ നമ്പർ നമുക്ക് തന്നിട്ടില്ല. ഞാനീ 112 അന്നോട്ടേ വിളിക്കാൻ തുടങ്ങിയതാണ്. ഏതാണ്ട് 30-ലധികം തവണ ഞാൻ വിളിച്ചു. നവംബർ 18 തൊട്ട് 2 ദിവസം മുമ്പ് വരെ വിളിക്കുകയായിരുന്നു, നിരന്തരം വിളിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ, ആളുകളൊക്കെ പലരും എന്നെ ഉപദേശിക്കുക കൂടി ചെയ്ത്, അത് മണ്ഡലപൂജക്കാലാണെന്ന് എന്താ മനസ്സിലാക്കിക്കൂടെ രീതിയിൽ. ഉപദേശികളല്ല അവിടെ ഇരിക്കേണ്ടത്, പോലീസുകാർ അവിടെ ഡ്യൂട്ടി ചെയ്താൽ മതിയായിരുന്നല്ലോ. ആ പോലീസുകാർ വരും, പോലീസുകാർ വന്ന് അവരോട് പറയും, അവർ ആ സമയം കുറയ്ക്കും. പോലീസുകാർ ജംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അവർ തൊട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മൈക്ക് മാറ്റി വയ്പ്പിക്കുകയോ ശബ്ദം കുറയ്ക്കുകയോ ചെയ്യേണ്ടുന്ന നിയമപരമായിട്ടുള്ള എല്ലാ ഉത്തരവുകളും ഉണ്ടല്ലോ. കോടതി ഉത്തരവുകളുണ്ട്, നിയമം തന്നെയുണ്ട്, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാലാകാലങ്ങളിലുള്ള നിർദ്ദേശങ്ങളുണ്ട്, ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ട്. ഇതൊന്നും അനുസരിക്കാതാണ് ചെയ്യുന്നത്. അല്ല, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതി എല്ലാം തന്നെ മൈക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ മാത്രമേ ആയിട്ട് പരിമിതപ്പെടുത്തണമെന്നും അത് പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടും ഇന്ന കണ്ടീഷനുകൾ പറഞ്ഞിട്ടാണ് മൈക്കിൻ്റെ പെർമിഷൻ കൊടുക്കാറുള്ളത്. പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന ഇവിടുത്തെ അമ്പലങ്ങളും ദേവാലയങ്ങളും മൊത്തം, അമ്പലങ്ങളും പള്ളികളും എല്ലാം മനുഷ്യനെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാവോ അത്തരത്തിലെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പിന്നെ ആശുപത്രികൾ, അതുപോലെ വിദ്യാലയങ്ങൾ, അംഗനവാടി തുടങ്ങിയിട്ടുള്ള വിദ്യാലയങ്ങൾ, പിന്നെ സർക്കാർ ഓഫീസുകൾ, കോടതികൾ, മതസ്ഥാപനങ്ങൾ, ഇതൊക്കെ നിശബ്ദ മേഖലകളാണ്. അവിടെ ഇത് ഉപയോഗിക്കാനേ പാടില്ല. അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു 100 മീറ്റർ ചുറ്റളവിൽ പോലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതെല്ലാം ലംഘിക്കുകയാണ്. അത് ലംഘിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏക മാർഗം എന്ന് പറഞ്ഞാൽ 112 വിളിച്ച് പറയാന്നുള്ളതാണ്. ഞാനങ്ങനെ നിരന്തരം വിളിച്ച് പറഞ്ഞു, മാർഗം ഉണ്ടാകുന്നില്ല, സ്ഥിര പരിഹാരം ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ മുകളിലോട്ട് കൊട്ടാരക്കര SP പരാതി എടുക്കുന്നു, മറുപടി ഉണ്ടാകുന്നില്ല. കൊല്ലം SP പരാതി എടുക്കുന്നു, മറുപടി കിട്ടുന്നില്ല. കൊല്ലം കളക്ടർക്ക് മറുപടി അയക്കുന്നു, മറുപടി ഉണ്ടാകുന്നില്ല. കളക്ടർ ഞാൻ ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇത് കൊല്ലം SP കൊടുത്തിട്ടുണ്ട് ഒരു മറുപടി എനിക്ക് തരുന്നു. സ്ഥിരമായ പരിഹാരം ഉണ്ടാകുന്നില്ല, തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഞാൻ DGP പരാതി കൊടുക്കുന്നു, DGP സാധാരണ ഒരു മറുപടി, കൊല്ലം SP അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മറുപടി, അല്ലാതെ സ്ഥിരമായ പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ ഉണ്ടാകാത്ത കാരണം ഞാൻ പിന്നീട് DGP അയക്കുന്നു. അപ്പോഴും ഇതുപോലെ തന്നെ സ്യൂട്ടബിൾ റിപ്ലൈ പെറ്റീഷനുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം SP നിർദ്ദേശങ്ങളൊക്കെ അത് വന്നിട്ട് എത്ര ദിവസമായി.
ഇതിനൊന്നും സ്ഥിര മറുപടിയില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, അവിടെ നിന്നും ഇതുപോലുള്ള സാധാരണ ഒരു സാങ്കേതിക മറുപടി മാത്രം നമുക്ക് ലഭ്യം. നടപടിയിലേക്ക് അയച്ചിട്ടുണ്ട്, കാര്യം നടക്കുന്നില്ല. ശസ്ത്രക്രിയയൊക്കെ വിജയകരമാണ് നടക്കുന്നുണ്ട്, പക്ഷേ പേഷ്യന്റ് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സ്ഥിതി. അല്ല, അത് മാത്രമല്ല, ഇതൊരു പരസ്യമായ ലംഘനമാണ്. നിയമം എന്ന് വെച്ചാൽ സുപ്രീം കോടതി വരെ ഈ പറയുന്ന പൊല്യൂഷനെ സംബന്ധിച്ച്, സൗണ്ട് പൊല്യൂഷനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങളും കരടുകളും കൊടുക്കുകയും അത് നടപ്പിലാക്കാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ കാലം ചെല്ലും തോറും അതിനെ ലംഘിച്ചുകൊണ്ടുള്ള നിരന്തരമായ നടപടികളാണ് നടക്കുന്നത്. ഇനിയിപ്പം ചെയ്യാവുന്നൊരു കാര്യം ക്വാർട്ടർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ക്വാർട്ടർ കൊടുത്താലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഇത് പോലീസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെ ആളുകളെ പൊറുതി മുട്ടിച്ച് അവരുടെ ഉറക്കം കെടുത്തി ആരോഗ്യം തകർത്ത് ഇത്രമാത്രം ശക്തമായിട്ട് ഇത് ചെയ്യണമെന്നുള്ളത് ഏത് ദൈവമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവാത്തത്. കേരള യുക്തിവാദ സംഘം സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ 1 ലക്ഷം കേസിനെ മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് വെങ്കയ്യ നായിഡു മാസ്റ്റർ പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. 1 ലക്ഷം കേസ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സ്വാഗതം ചെയ്ത കാര്യമാണത്. കിടപ്പ് രോഗികൾ, കുഞ്ഞുങ്ങൾ, മനുഷ്യൻ്റെ സ്വസ്ഥതയില്ല, ഇതൊക്കെ വിഷയമായിട്ട് ഒരു പരിഷ്കൃത രാജ്യങ്ങളിലല്ല അപരിഷ്കൃത രാജ്യങ്ങൾ പോലും ഇല്ല. അല്ല, ഇത് ആർക്കെ കേൾക്കേണ്ടത്? എനിക്ക് മനസ്സിലാവാത്തത് ഇത് ആർക്ക് ഇത്രയും വലിയ ശബ്ദത്തിൽ ഇത് കേൾക്കേണ്ടത്? പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓരോ ദിവസവും മണ്ഡലപൂജക്കാലത്ത് ഓരോ ദിവസവും ഇവിടെ ചെറുപ്പെന്നാണ് ഓരോരുത്തരുടെ വകയാണ്. അപ്പോൾ ഇവരാരും അമ്പലത്തിൽ വരത്തില്ല, അവരിയ്ക്കുന്നിടത്ത് കേൾക്കണം. എന്ന് പറഞ്ഞാൽ പേര് അനൗൺസ് ചെയ്യുന്ന അവിടെ കേൾക്കണം, ഇന്നയാളുടെ വകയാണ്. അയാളുടെ വായന അയാൾക്ക് വേണ്ടി വായിക്കപ്പെടുന്നത് അയാൾക്ക് സിനിമ പറയുന്നില്ല, ചെറിയ വടി ഒന്ന് വലിയ വടി. അയാൾ ഗൾഫിലാണെങ്കിൽ ഗൾഫ് വരെ അത് കേൾക്കണം. ഇതാണ് വിഷയം. അതുകൊണ്ട് ഈ അമ്പലവാസികള് അതിന്റെ ഭാരവാഹികൾ ഭയങ്കരമാണ്. ഇതാണെങ്കിൽ ഒരു സ്വകാര്യ ക്ഷേത്രമാണ്. ചരിത്രകാരനായ ഒരാൾ ഇവിടെ വന്ന് വൈഫ് വഴി കിട്ടിയ ഒരു ഭൂമിയിലുണ്ടെങ്കിൽ ക്ഷേത്രമാണ്, ഒരു പൊതു സ്ഥാപനമേ അല്ല. ദേവസ്വം ബോർഡൊന്നും യാതൊരു ബന്ധവുമില്ല. അദ്ദേഹമാണ് രക്ഷാധികാരി, വേറെ ഒരു കാര്യം അതിനകത്തില്ല. അപ്പോൾ ഒരു വ്യക്തി എല്ലാ നിയമവും ലംഘിച്ചിട്ട് വേറൊരു വ്യക്തിക്കും വേറെ സമൂഹത്തിനും എതിരെ നടത്തുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടേണ്ടതാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടേണ്ടതാണ്. ആരും ഇടപെട്ടിട്ടില്ല. അല്ല, ഈ മൈക്ക് ഇല്ലാത്ത കാലത്ത് ഈ ദൈവങ്ങളൊക്കെ എന്താ ചെയ്തത്? എങ്ങനെ അവർ കഴിഞ്ഞുകൂടി എന്നുള്ളത് വലിയ പ്രശ്നമാണ് അല്ലേ? മൈക്ക് കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടുപിടിച്ചത്. അന്ന് പിന്നെ എങ്ങനെ കഴിഞ്ഞുകൂടി ഇവര്? ഇപ്പൊ ഇവര് പറയുന്നത്, ഇപ്പം എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്തി വിശ്വാസികൾ പറയുന്നത് ദൈവം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ലൗഡ് സ്പീക്കറായിട്ടാണ്. അതിന് മറുവശമുണ്ട്, ദൈവം അതാവാ ഇവിടെ കാണും വല്ല ദൈവം ഇരിപ്പണെങ്കിൽ പുള്ളി എന്നേ രക്ഷപ്പെട്ടു ഇരിക്കാൻ നിർവഹമില്ല. അതുപോലെ തന്നെ അത് ഞാൻ വേറൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ വെടിവഴിപാട്. ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഏതാണ്ട് യുദ്ധപ്രദേശത്തൂടെ അപ്രതീക്ഷിതമായിട്ട് വെടിയുണ്ടാകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കേണ്ടുന്ന രോഗികളുണ്ടാകും, എല്ലാ ദിവസവും ഇൻസുലിൻ കുത്തി കിട്ടുന്ന രോഗികളുണ്ടാകും, ഇവരുടെയൊക്കെ സൂചി ഒടിഞ്ഞു പോകും ഉണ്ടാകുന്ന സമയത്ത്. ഇതിനൊക്കെതിരെ നിയമമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ 2000 രൂപയോ 1000 രൂപയോ ശിക്ഷിക്കാവുന്ന നിയമമുണ്ട്. ആരും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ പ്രശ്നം വെച്ചാൽ നിയമലംഘനത്തിനാണ് നമ്മുടെ ഇപ്പോൾ സപ്പോർട്ടിലാക്കുന്നതാണ്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു പൊതു പ്രസ്ഥാനങ്ങളോ ഒരു ബുദ്ധിജീവികളോ ആരും തന്നെ ഇത്തരം ഒരു അപകടകരമായിട്ടുള്ള ഒരു ജനദ്രോഹപരമായിട്ടുള്ള ഒരു നടപടിക്കെതിരെ ഒരക്ഷരം ഇട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതാ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ. ഈ സോഷ്യൽ മീഡിയയിൽ വലിയ സപ്പോർട്ട് ഉണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ സ്വകാര്യ വ്യക്തി ഇവിടുത്തെ സംഘപരിവാറിൻ്റെ കക്ഷികളെ പിടിച്ചിട്ട് ഒരു പോസ്റ്റർ എനിക്ക് പിന്നെ എഴുതി അവർ അർദ്ധരാത്രിയിൽ അന്ത്യയാമങ്ങൾ എവിടെ രാത്രി അന്ത്യയാമങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എനിക്കതാണ് ചിരിയാണ് വന്നത്. കാരണം വെച്ചാൽ ഈ കരിങ്ങന്നൂർ ഭുവനേശ്വരി ഭദ്രകാളി ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൂജകൾ പോലീസിനെ കൊണ്ട് തടയാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ട് ക്ഷേത്രകർമ്മങ്ങൾ തടയാൻ ശ്രമിച്ച പ്രവർത്തികൾക്ക് പ്രതികരിക്കാൻ ഭക്തജനങ്ങളെന്ന് എന്ന് പറയാൻ അതിൻ്റെ ആന്തരികാർത്ഥം എന്താണ്? പ്രത്യക്ഷാർത്ഥം തന്നെയല്ലേ, ഞങ്ങൾ ദൈവത്തിന് ഇത് നിയന്ത്രിക്കാനുള്ള കഴിവില്ല. ദൈവത്തെ രക്ഷിക്കണം. അത് തന്നെ ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. എനിക്കതുകൊണ്ട് ചിരിയാണ് വന്നത്. ഞാനതിനെ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. അത്രമാത്രം അത് ഒരു വളരെ ബുദ്ധിമോശമാണ് അവർ കാണിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്ററാണ് സത്യത്തെ അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അണ്ണനെതിരായിട്ടുള്ള ഒരു നടപടി സംഘപരിവാരത്തിൻ്റെ ആദ്യമൊന്നുമല്ല. 2018 എനിക്ക് തോന്നുന്നു വടയമ്പാടി പോയിട്ട് അവിടുത്തെ ജാതി മതിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഇവിടെ വന്ന് കടയ്ക്കലൊരു യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തിലാണ് സംസാരിക്കുന്ന സമയത്ത് അവർ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും അന്ന് ഇതുപോലെ തന്നെ വ്യാപകമായിട്ട് അണ്ണനെതിരെ പോസ്റ്റിംഗ് പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലേ? അന്ന് സംഘം അതിനെതിരായിട്ട് ചിന്നക്കടയിൽ ഒരു വലിയ ജനകീയ പ്രതിരോധമൊക്കെ നമ്മൾ സംഘടിപ്പിച്ചാണ്.
അതിന് കേസ് ചടയമംഗലം കോടതിയിൽ നടക്കുകയാണ്. കേസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് നടന്നിപ്പോൾ എത്ര വർഷമായി? 2018 ഇത്രയും നാളായിട്ടും ഈ കേസ് നേരെ വിചാരണ നടത്തുമല്ലോ. ഇത്രമാത്രം വൈകി കിട്ടുന്ന നീതി എന്ന് പറയുന്നത് കിട്ടാത്തത് തന്നെയാണ്. തിരക്കുള്ള കോടതിയാണ്. ഞാൻ ചിന്തിച്ചു പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കോടതിക്ക് അവധി കൊടുക്കുന്നത്? സ്കൂളിന് അവധി കൊടുക്കുന്നത് കോടതിക്ക് അവധി? കേസിലായിട്ടാണോ? കേസെല്ലാം പെൻഡിങ് ആണ്. ലക്ഷക്കണക്കിന് കേസുകളാണ് പെൻഡിങ്. നമ്മുടെ ഒരു ശിക്ഷാ നിയമം വെച്ചല്ല കോടതി തീരുമാനിക്കുന്നത്, കലണ്ടർ വെച്ചാണ് തീരുമാനിക്കുന്നത്. കലണ്ടർ മറച്ചു നോക്കിയിട്ട് വേറെ തീയതി എന്നുള്ളതാണ്. ഇതൊക്കെ പല കേസും വിളിക്കുന്നത് ഒരു തീയതി നീക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. മാറേണ്ടുന്ന കാലം ഒരുപാട് അതിക്രമിച്ചു. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ട്. പിന്നെ 2019 കേരള സാഹിത്യ അക്കാദമിയിൽ ഈ നമ്മുടെ മധുരയിലെ CPM-ൻ്റെ MB ആയിട്ടിന് ഇപ്പോൾ വന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ, പുള്ളിയോടൊപ്പം പറഞ്ഞ വർത്തമാനമാണ്. വിദ്യാരംഭത്തിന് ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല, വിദ്യാരംഭം എങ്ങനെ ഉണ്ടായി, അതൊരു ദളിത് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഹിന്ദുമന്ത്രമാണ് എഴുതിപ്പിക്കുന്നത്. ഹിന്ദുമന്ത്രമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളോട് നിങ്ങൾ പഠിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ജനം TV വളരെ ഇതായിട്ട് പിന്നെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് സംഘപരിവാർ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് ഒരു നാമജപ ഘോഷയാത്രയാണ് നടത്തിയത്. അത് 2019 അതിനുശേഷമാണ് നമ്മൾ കരിങ്ങന്നൂർ നാട്ടിൽ തന്നെ നമ്മൾ ജനകീയ പ്രതിഷേധ സംഘമൊക്കെ നമ്മൾ നല്ലപ്പോഴല്ല. അത് തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ഞാൻ ഈ നിലപാടിൽ നിന്ന് മാറാത്തിടത്തോളം കാലം, അവരാ നിലപാടിൽ നിന്ന് മാറാത്തിടത്തോളം കാലം ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഉരസലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഉരസലുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉരസലായിക്കൂടാ, ആശയപരമായിട്ടുള്ള ഒരു ഉരസലായിക്കൂടാ, അതവർക്ക് പറ്റത്തില്ലല്ലോ. അവിടെയാണ് വിഷയം. നന്നാവാൻ വല്ല സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെറുപ്പ് ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടെങ്കിൽ അവർ വെറുപ്പില്ലാത്ത രീതിയിലുള്ള സമീപനം എടുക്കേണ്ടതെന്നാണെന്നുള്ളതാണ്. അല്ല, ഒരിക്കലും അവർ മുന്നോട്ട് നേരിട്ട് വരില്ലല്ലോ. അവർക്ക് ഒളിയാക്രമണങ്ങളിലാണ് താല്പര്യം. അവസാനം അതുകൊണ്ടാണല്ലോ അണ്ണന് പോലീസ് പ്രൊട്ടക്ഷൻ കുറേ കാലം വേണ്ടി ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. കുറേ നാളുകളോളം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അണ്ണൻ ഇങ്ങനെ ഒരു നാസ്തിക നിലപാട് എടുക്കുന്നത് കൊണ്ടാണ് അവരുടെ, അതോ വളരെ പറയാനുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്നു എന്നതുകൊണ്ടാണ്? അല്ല, നാസ്തിക നിലപാടെന്ന് പറയുന്നത് വാസ്തവത്തിന്റെ നിലപാടല്ലേ, സത്യത്തിന്റെ നിലപാടല്ലേ. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ അവർക്ക് പറയും. അവരാണെങ്കിലും വെറുപ്പ് ഫാക്ടറിക്കാരാണ്. അവർക്ക് ആ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ചെയ്തുള്ളൂ. ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഒന്നിൽ അവർ മാറണം, അവർ മാറട്ടെ. നന്മയിൽ നന്മ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭരണഘടനയ്ക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അവരങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ്. ഞാൻ സെക്യുലറിസം പറയുന്നു, അവർ സെക്യുലറിസം ഭരണഘടന മാറ്റണമെന്ന് പറയുന്നത്. ഈ വ്യത്യാസമുണ്ട്. അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ്. ശരിക്കും അത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മളെ അങ്ങനെ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ട് സ്വാഭാവികം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കേരളത്തിൽ അങ്ങനെ പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനെ നമ്മളങ്ങനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ആശയപരമായി നശിപ്പിക്കാൻ പറ്റില്ല. കൊല്ലാൻ പറ്റുമായിരിക്കും, അതൊരു വിഷയമല്ലല്ലോ. ആശയപരമായിട്ട് ആശയത്തെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ചാർവാകന്റെ കാലം മുതൽ തുടങ്ങിയ എന്താണ് ആഗ്രഹം എനിക്ക് വെച്ചാൽ ഞാൻ പറയാൻ സാധ്യതയുള്ള ഒരു മറുപടി പറഞ്ഞാൽ രക്തസാക്ഷി ആവണം എന്നുള്ളതാണ് ആഗ്രഹം. കാര്യം അങ്ങനെ ആയിപ്പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാര്യം അങ്ങനെയാണ് ജീവിതം, അങ്ങനെയാണ് നമ്മൾ. പക്ഷെ അങ്ങനെ കുരിപ്പുഴ ശ്രീകുമാർ അങ്ങനെ രക്തസാക്ഷിയായ ഞങ്ങൾക്കൊന്നും താല്പര്യം സമ്മതിക്കത്തില്ല. പൊതുവെ പൊതുസമൂഹത്തിന് അതിനോട് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പറയാം, അതുപോലും ഒരു കവിയെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ കാര്യമാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അതെ, ശരി. അപ്പോൾ കുറേ ഒരു കാരണം അതിനുണ്ടാവണം അല്ലേ? പക്ഷേ ഇതിനോട് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം, ആ തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പം സോഷ്യൽ മീഡിയ വലിയ സപ്പോർട്ടാണ്. അല്ല, എനിക്ക് വഴി നടക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. പരിപാടികൾക്കൊന്നും ഒരു കുറവില്ല, വർദ്ധിതമായിട്ട് പോകുന്നുണ്ട്. കവിതകൾ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. കവിത വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ ഓഫീസിൽ കയറി ചായ കഴിച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഗണപതിയുടെ പടമില്ല. സാധാരണ എല്ലാ ഇതിലും ഓരോ ദൈവങ്ങളെ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചത്, ഈ ഹോട്ടലുണ്ടായിട്ട് 100 വർഷം അല്ലേ ആയിട്ടുള്ളൂ. സൗകര്യപ്പിനി പന്തിഭോജനം നടത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അടുത്തിടെ ആഹാരം കഴിക്കാൻ പറ്റില്ല. സൗനയിപ്പിനെ ഇവിടെ വെക്കുന്നില്ല, പോട്ടെ. എങ്കിലും ഈ തീറ്റർപ്പായിമാരുടെ ദൈവങ്ങളുടെ ആരുടെയും പടം വെച്ചിട്ടില്ലല്ലോ. അത് ഞാൻ പോസ്റ്റായിട്ടോ. ഞാൻ ഇങ്ങനെ ഇന്ത്യൻ കവസ് പടം ഉണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. അതിന് ഒരുപാട് സംഘം അറിയാവുന്ന അതിനകത്ത് തന്നെ തെറിയാണല്ലോ ഇവരുടെ രാജ്യം എന്ന് പറയുന്നത്. മര്യാദകളുടെ ആർഷ ഭാരത സംസ്കാരം എന്നുള്ള ഷോർട്ട് ഫോം ആഭാസം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. പക്ഷേ അതിൻ്റെ ലൈക്ക് ഭയങ്കരമായിരുന്നു.
ആയിരക്കണക്കിന് ആളുകളാണ് അത് ലൈക്ക് ചെയ്തത്, എന്നെ അനുകൂലിച്ചവർ. ഇവരെ അനുകൂലിച്ചവരാരും ഇല്ല. അല്ല, നമ്മുടെ ഇപ്പം ഒരു പൊതു മനസാക്ഷിയുടെ ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതെ അല്ല, കവിതയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അയ്യപ്പണിക്കരുടെ ഒരു കവിത പിന്നെ അത് ചൊല്ലി പോസ്റ്റ് ചെയ്ത് 3600 ലൈക്ക് ചെയ്തിരിക്കുന്നു, 1,18,000 ആളുകൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം പോപ്പുലാരിറ്റിയിൽ എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇതുവരെ. ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൽ, എനിക്ക് ജനങ്ങളോടുള്ള സ്നേഹത്തിൽ ഒന്നും ഒരു വിഷയം എനിക്കുണ്ടായിട്ടില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അതിനൊരിക്കലും തോന്നത്തുമില്ല. കാരണം ഒരു ജനപക്ഷത്ത് നമ്മൾ നിൽക്കുന്നു എന്നതുകൊണ്ട്, ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവുന്നില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ തുടർച്ചയായിട്ട് കേരളത്തിൽ പോലും സംഘപരിവാറിന് അങ്ങനെ ഒരു വേരുണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ്? ഒന്നാമത് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ സഹോദരനായി പിന്നെ പറഞ്ഞ പോലെ ജാതി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ പോകണം. എൻ്റെ കസ്റ്റമറികൾ പ്രോത്സാഹിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് ജാതി മതം ഇല്ലാതെ വളർത്തണം. ആ രീതിയിൽ ഉണ്ടാകുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പരിസ്ഥിതി വീട്ടിൽ ഉണ്ടാകാതിരിക്കണം. വീടാണ് പ്രശ്നം, വീടാണ് കേന്ദ്രം. കുടുംബത്തിൽ നിന്നാണല്ലോ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പുരോഗമന ചിന്താധികാരനായ ഒരാളുടെ വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭായാത്രയ്ക്ക് അയക്കുകയാണെങ്കിൽ അയാളുടെ ഉപബോധം അനുസരിച്ച് ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം കൂടെ കയറി താമസം ഉറപ്പിക്കുകയും അയാൾ വളർന്നു വരുമ്പോൾ ശ്രീരാമനെ വെച്ച് വോട്ട് പിടിപ്പിക്കുന്ന ഒരാളിനെ വോട്ട് ചെയ്യുകയും ചെയ്തു വരാം. അവിടെ വിജിലൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെയും അല്ലെങ്കിൽ നാരായണഗുരുവിൻ്റെയും പ്രിയലപ്പസിൻ്റെയും ഒക്കെ പാത പിന്തുടരുന്ന ആളുകളുടെ ഒരു കാര്യമാണ്. അവർ ഈ 3 ആളുകളെ എതിർക്കുന്നവരാണ് മറുപക്ഷത്തിരിക്കുന്നത്. നവോത്ഥാന പരിശ്രമങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരാണ് അവർ. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് പറയുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. നവോത്ഥാന പരിശ്രമങ്ങൾ തുടർച്ച ഉണ്ടായില്ല, അതിന് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പേര് നിശബ്ദരാകുന്നുണ്ട്, ഒരുപാട് പേര് പിന്നെ എതിർപക്ഷത്തോട്ട്. അത് മാത്രമല്ല, അതിലും വീണ്ടും ജാതി പ്രശ്നങ്ങളും ജാതി ഉപജാതികൾ ഈ സംഘടനകൾക്ക് അത് ഏറ്റവും നല്ല ഉദാഹരണം നാരായണഗുരുവിന് പറ്റിയ അപജയമാണ്. ഗുരുവിനെ പടം വെച്ചുകൊണ്ട് ഗുരുവിന് പറഞ്ഞ് എന്താണോ അതിനെ നൂർത്തി എതിർത്തോട്. ഇപ്പം കോട്ടയം നാഗപടം ക്ഷേത്രം ഗുരുവിൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ പോലും എല്ലാ വൃത്തികേടുകളും ഈ പറയുന്ന സവർണർ കാണിക്കുന്ന സകലമാന വൃത്തികേടുകളും അവർ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ഗുരുവിനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. അവരെ സ്വാഭാവികമായും ഗുരു എന്താണെന്ന് SNDPക്കാർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ ആ ഒരു ട്രെൻഡ് പൂർണ്ണമായും പോവുകയും അതിലേക്ക് മറ്റാരും കടന്നു വരുന്നുമില്ലെന്നുള്ള, അതിനകത്തൊരു റീപ്ലേസ് ചെയ്തിട്ടൊരു ശക്തി വരുന്നില്ല എന്നുള്ളതാണ്. നാരായണഗുരുവിനെ കാണുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അതായത് നാരായണഗുരുവിൻ്റെ ആദ്യത്തെ ജീവിതം പോലെയല്ല അവസാനത്തെ ജീവിതം. അല്ല, 16 ക്രമമായ വളർച്ചയാണ്. ആദ്യം ശിവപ്രതിഷ്ഠ നടത്തുന്നു, പിന്നീട് ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിക്കുന്നു, കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു. ഇതെല്ലാം വളർന്നിട്ട് അദ്ദേഹം ഏറ്റവും അവസാനം പറയുന്നത് ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ച് അത് 1916 ശേഷമുള്ള നാരായണഗുരുവാണ് ശരിക്കും നാരായണഗുരു, നമ്മുടെ നാരായണഗുരു, നാരായണഗുരു. ഈ ഫൈനൽ സ്റ്റേജ് വരുന്നതോടുകൂടി നാരായണഗുരു മുൻകാലത്ത് അടിച്ച സെൽഫ് ഗോളുകളെല്ലാം അപ്രസക്തമായി പോയി. അല്ല, എനിക്ക് ജാതിയും മതം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തീർന്നല്ലോ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നില്ലെല്ലാം റദ്ദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പുതിയ രാജിവെക്കുകയും ചെയ്യുന്നു, മനുഷ്യനായിട്ട് മാറുക. അവിടെ തൊട്ടാണ് സഹോദരനായിപ്പിനെ ഫോളോ ചെയ്ത് അങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ്, കുറ്റിപ്പുഴ ഫോളോ ചെയ്ത് അങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ്. ആ ഗുരുവിനെയാണ് സമൂഹം ഫോളോ ചെയ്യേണ്ടത്. അതെ. പക്ഷെ ആ ഉണ്ടാക്കി വന്ന ട്രെൻഡ് ഗുരുവാണെങ്കിലും അയ്യപ്പനാണെങ്കിലും കറുപ്പനാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പൊയ്കല അപ്പച്ചൻ അടക്കം വരെ ആളുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്ന ജാതി നശീകരണപരമാണ്, ജാതി വിരുദ്ധമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ട്രെൻഡുകൾ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നിരിക്കുന്നത്. പൂർണ്ണമായെന്ന് പറയാൻ സാധിക്കില്ല, ഒരുപാട് പ്രത്യാശകൾ ഉണ്ട്, അവിടെ കുറേ കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു മൂവ്മെന്റ് ആവുന്നില്ല. അത് ജാതിമതം ഇല്ലാത്ത കുട്ടികൾ ധാരാളം ഉണ്ട്, 10,000 ആളുള്ള കുട്ടികളുണ്ട്. മതമില്ലാത്ത ജീവൻ അവാർഡ് തന്നെ നമുക്കിപ്പോൾ ഓരോ വർഷവും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും നശിച്ചു എന്ന് പറയാൻ ഒക്കില്ല. ആളുകൾ ധാരാളമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം മിനിസ്ട്രിയിൽ തന്നെ ഇന്റർ കാസ്റ്റ്മാരെ നടത്തിയവരുണ്ട്, കുഞ്ഞുങ്ങൾ പബ്ലിക് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ജാതി വയ്ക്കാത്ത മന്ത്രിമാരുടെ കുഞ്ഞുങ്ങൾക്ക് ജാതി വയ്ക്കാതെ പഠിക്കുന്ന ആ രീതിയിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് ഒരു പക്ഷം നിലനിൽക്കുന്നുണ്ട്. അതൊരു പ്രകാശത്തിൻ്റെ കിരണമാണത്. പക്ഷേ അതിന് ശരിക്കും പറഞ്ഞാൽ സർക്കാർ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വരുമായിരുന്നെങ്കിൽ, കാരണം വെച്ചാൽ ജാതി മതം ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ EPW സംവരണം എന്ന് പറയുന്നെങ്കിൽ അതിന് ഫലപ്രദമായിട്ട് ഓർഡറുകളൊന്നുമില്ല. ധാരാളം പേര് നമ്മളത് കാര്യങ്ങൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് തരത്തിലുള്ള ഒരു പറഞ്ഞ പോലെ നവോത്ഥാനപരമായ ഒരു നിലപാട് നമ്മുടെ ഭരണകൂടത്തിനോ അതിൽപ്പെട്ട ആൾക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. ഇപ്പോൾ ജാതി വെക്കണോ സ്കൂളിൽ ചേർക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെക്കണം എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ജനങ്ങൾ വിചാരിക്കുന്നതല്ല, ഈ സ്കൂൾ അധികൃതർ അങ്ങനെയാണ് അത് ആളോട് പറയുന്നത്, നിങ്ങൾക്ക് ജാതി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ജാതി വെക്കേണ്ട എന്നുള്ള ഉത്തരവുണ്ടല്ലോ, ജാതി താല്പര്യം വേണ്ടെങ്കിൽ വെക്കേണ്ട, അങ്ങനെയൊക്കെയാണ് നമ്മൾ വയ്ക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തിയത്.
അത് ഈ എക്സാം പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് പബ്ലിക്കായിട്ട് അത് പ്രദർശിപ്പിക്കണം. അത് പ്രദർശിപ്പിക്കാൻ എത്ര തയ്യാറാവുന്നില്ല. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ആരും നോക്കുന്നുണ്ട്. അതല്ല, വില്ലേജ് ഓഫീസുകൾ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഓഫീസ് ചെല്ലുമ്പോഴൊക്കെ അവർ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ജാതി ഉണ്ടായേ പറ്റത്തുള്ളൂ, നമുക്ക് ജാതി ഇല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പലതവണ ഗവൺമെൻറ് പറയുകയും നടപടികൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വരികയും ചെയ്യും. പക്ഷേ എങ്കിലും ഇവർ വീണ്ടും നമ്മൾ അതങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് അത് ഉണ്ടായേ പറ്റത്തുള്ളൂ, അല്ല തരാൻ പറ്റത്തില്ല. അതൊരു പരിഹാസ്യമായിട്ടുള്ള നിലപാട് പലപ്പോഴും അങ്ങനെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രത്യക്ഷീകരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് കവിതയ്ക്കകത്തുണ്ട്. കവിതകളെന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ കവിതയും പുതിയ കവിതയും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കവിതയിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പണ്ടങ്ങനെയല്ല. ഒരു ക്ഷേത്രപ്രവേശനത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രോഗ്രസീവായിട്ട് നിലപാടെടുത്തൊരു കവിയാണ് ഉള്ളൂർ. ഞാൻ ഇന്നലെ വരെ ബ്രാഹ്മണനായിരുന്നു, ഇന്നലെ മനുഷ്യനായി എന്ന് പറഞ്ഞ ഒരാളാണ്. ഉള്ളൂർ തന്നെ ഒരു കവിതയ്ക്കകത്തുള്ളത്, വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭവ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്തത് വിധേയൻ കൃത്യം. ഞാൻ വിധേയനാണെന്നാണ്. ആശാനാണെങ്കിൽ ചന്തമേറിയ പോലും ഈശനെ വാഴ്ത്തുവെന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. പിന്നെ വള്ളത്തോളാണെങ്കിൽ അന്ത കൈതൊഴാൻ തൊഴാം അമ്പാടി മണിക്കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണ് ഭക്തി എന്നുള്ളത് അവസാനിപ്പിക്കുന്നത്. ഈ പുതിയ കവികൾ ഇല്ല. ഇങ്ങനൊരു ദൈവാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരാധനാ രീതി, ദൈവം വന്ന് കോവിഡ് കാലത്ത് ഞങ്ങളെ രക്ഷിക്കും എന്നൊന്നും ആരും എഴുതിയില്ല. എന്ന് പറഞ്ഞാൽ കവിതയിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി. അല്ല, കൊച്ചു കുട്ടികൾ വരെ കഴിഞ്ഞ ഇറങ്ങില്ല, എന്താ ദൈവം രക്ഷിക്കാത്ത. ഈ കവിത ഇപ്പോൾ പ്രവർത്തിക്കുന്നവരിൽ ഒരു 50-60% ആൾക്കാർ ദൈവവിശ്വാസികളായിരിക്കാം, ക്ഷേത്ര വിശ്വാസികളായിരിക്കാം. പക്ഷെ അത് കവിതയിലില്ല. ഇല്ല, അവർ നാളെ മരിച്ചു പോകും. പക്ഷേ ഈ കവിതയില്ലേ ഒരു പക്ഷേ നിലനിൽക്കുന്ന കവിതയാണല്ലോ, അതിനകത്ത് ദൈവമില്ല. അപ്പം ദൈവരഹിതമായ ശാസ്ത്ര ചിന്തയിലും യുക്തിബോധത്തിലും ലൂടെയും സഞ്ചരിക്കുന്ന ഒരു കാവ്യ രീതി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതീക്ഷാപരമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പ്രതിഷേധം ഇങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ വീണ്ടും താങ്കൾക്കെതിരായിട്ട് ഒരു ആക്രമണത്തിൻ്റെ രീതി വന്നാൽ എന്തായിരിക്കും കവി അന്ന് അണ്ണനെടുക്കുന്ന നിലപാട്? ഞാനിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആയിരിക്കും. എങ്ങനെ മാറാൻ പറ്റില്ല. അതെല്ലാം ചോദിച്ചത്. അതിനോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും? അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം, അതെന്തായിരിക്കണം, അല്ല അവരെങ്ങനെ മാറണമെന്നതിനെ സംബന്ധിച്ചുള്ള അണ്ണൻ്റെ ഒരു നിലപാടെന്തായിരിക്കും? അതായത് എനിക്ക് ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത്, ഈ കുണ്ടറയിൽ ഒരു സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. അന്ന് നേരത്തെ യുക്തിവാദ സജീവ പ്രവർത്തനമായിരുന്നു തുളസി, അദ്ദേഹമാണ് PTA പ്രസിഡന്റ്. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്ന പറഞ്ഞപ്പോൾ RS തുളസിയോട് പറഞ്ഞ് പുള്ളി വരികയാണെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുളസി പറഞ്ഞ് പുള്ളി വന്നാൽ ഇവിടെ പോലീസുകാർ ധാരാളമായിട്ട് വരും, നിങ്ങളെ പിടിക്കുകയും ചെയ്യും, കുറേ ദിവസം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാനവിടെ ചെന്ന് കുഞ്ഞുങ്ങളോട് എന്ത് പറയുന്ന ഒരു കുഞ്ഞുങ്ങൾ ഭാഷ കവിതയും നാടൻ പാട്ടുകളെല്ലാം ചൊല്ലി കുഞ്ഞുങ്ങളായിട്ട് കുറേ നേരം വർത്തമാനം പറയും. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് എവിടെ RS ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നതിൻ്റെ കാലിലിങ്ങനെ തൊട്ട് തുടങ്ങിയപ്പോൾ കാലിൽ തൊട്ട് എനിക്കിഷ്ടമുള്ള കാര്യമില്ല, ഞാൻ തിരിച്ച് അവരെ തൊട്ടുകാരാണ് എന്നിട്ട് പറഞ്ഞു എന്നെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നാണ് ഗൗരി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയും, അന്നേരം കൂവണം, എതിർക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രീതിയിലാണല്ലോ പിന്നെ ശ്രീകുമാറോട് കവിതകൾ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാലിൽ തൊട്ട് വീഴാണ്. ഇത് തുളസി കണ്ടുകൊണ്ടിരിക്കുന്നു, തുളസി അടുത്ത് നിൽപ്പുണ്ട്, ശശീരം കൊണ്ടുവന്നൊരു കവി നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഒരു പക്ഷേ ഉണ്ടായോ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ഈ അഖിലേന്ത്യാ തലത്തിലുണ്ടായിട്ടുള്ള ഒരു ഹൈന്ദവ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടികളാണ്. കാരണം അതാണ് നമ്മൾ സംഭവിച്ചത്. പക്ഷേ ഇതുമായി നമ്മുടെ പ്രാദേശികമായ പ്രശ്നം മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ മറ്റ് ദേവാലയങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ ഈ സംഘപരിവാരത്തിൻ്റെ ഹൈന്ദവ രാഷ്ട്രീയം പറയാൻ പറ്റുന്നത് ബ്രാഹ്മണ രാഷ്ട്രീയത്തിൽ വേണ്ടി കുറേ ആൾ ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലൊക്കെ ഈ മുന്തിയ ജാത ബ്രാഹ്മണരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത്തരം തീവ്രതയൊന്നും ഉണ്ടല്ലോ. പട്ടികജാതിക്കാരും അതുപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ചരടുകളുടെ എണ്ണം കൂട്ടി കയ്യാലെ ചരട് മാറ്റിയപ്പോൾ കാലിലും ചരടാക്കി അങ്ങനെ വരുന്ന അതൊരു മൊത്തത്തിലുണ്ടാവുന്ന ഒരു ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ പെട്ടു പോകുന്നതാണ് അവരെന്താണ് ഒന്നാമത് ചരിത്രം മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളില്ല. ചരിത്രം മനസ്സിലേക്ക് വെച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ട് അംബേദ്കർ ഉണ്ടായി, എന്തുകൊണ്ട് അംബേദ്കർ ഈ മനുസ്മൃതി കത്തിച്ചു, എന്തുകൊണ്ട് അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ചു, ഞാൻ ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുവായി മരിക്കില്ല എന്ന് അംബേദ്കറെ പോലെയുള്ള ഒരാൾ പറയാൻ കാരണം എന്താണ് എന്ന് അവരറിയണം. അറിഞ്ഞാൽ ഈ ചിലർ അവർ തന്നെ മുറിച്ചളയും.
ആ ഒരു വിദ്യാഭ്യാസം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ലൈബ്രറി കൗൺസിൽ, യുക്തിബോധമുള്ള സംഘടനകൾ, ശാസ്ത്രജ്ഞ പരിഷത്ത്, ഇങ്ങനെയുള്ള സംഘടനകൾ പ്രധാനമായിട്ടും വോട്ട് ബാങ്ക് പ്രധാന രാഷ്ട്രീയം മാറ്റിയിട്ട് ഞാനീ പറഞ്ഞ സംഘടനകൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ല. അവർക്ക് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത വർഷം യുവജന പ്രസ്ഥാനങ്ങളും പല കാര്യങ്ങളിലും മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവയവദാനത്തിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്ത്രീധന വിരുദ്ധ കാര്യങ്ങൾ അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു ഉറച്ച നിലപാടായിട്ട് ബാലറ്റിയോടുള്ള ഒരു അഭിനിവേശത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യം, സാംസ്കാരിക വിപ്ലവത്തിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും ഈ നവോത്ഥാന പരിശ്രമങ്ങൾ തുടരണം. കേരളത്തിൽ ഒരു സെക്കൻഡ് കൾച്ചറൽ റവല്യൂഷൻ അതായത് മതേതരമായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ട് വരത്തുള്ളൂ. മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ആണെന്ന് പറഞ്ഞ പോലെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഭരണഘടനാ ധാർമ്മികതയെ, അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതെനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുണ്ട് അതിനേക്കാളും കുറേ കൂടി ശക്തമായിട്ട് ഇത്തരം പുതിയ ഓരോരോ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടാവണം. അത്തരം പ്രസ്ഥാനങ്ങൾ കുറച്ചൊക്കെ പുറകോട്ട് വലിഞ്ഞു പോയി എന്നതിന് തോന്നുന്നില്ലേ? നമ്മുടെ ഈ ദളിത് മേഖലകളിൽ നിർബന്ധമായിട്ടും അംബേദ്കറെ പഠിപ്പിക്കണം. വീട്ടുമുറ്റങ്ങളിൽ ഹിന്ദുമതത്തിന് തത്വശാസ്ത്രം എന്ന ഒറ്റ കൃതി വായിച്ചാൽ മതി. അംബേദ്കറുടെ വായിച്ചാൽ ഇതെല്ലാം പൊളിയും. പക്ഷെ ആ പുസ്തകം വായിപ്പിക്കാൻ ചരടുകൾ വെട്ടുകളെ നമുക്ക് മുറിച്ചുള്ളത് കാണാം. അതെ അതാണ് നടക്കാത്തത്. ദളിത് മേഖലയിൽ ദളിത് വീട്ടുമുറ്റങ്ങളിൽ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ കേരളത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നതാണ്. കാരണം ശരിക്കും അംബേദ്കർ ഹിന്ദുമതം എന്താ ഭീകരമാണെന്നുള്ളത് കമ്പോട് പഠിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ അംബേദ്കർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള കൃതികളും അതുപോലെ ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്ര കൃതികളും ഒക്കെ എനിക്ക് വന്നാൽ സൗജന്യമായിട്ട് അനുസരിച്ച് പ്രതികരിക്കേണ്ട ഒരു സാധനമാണത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുരീപ്പുഴ ശ്രീകുമാർ ഭയപ്പെടാൻ പോകുന്നില്ല. എന്തിനു ഞാൻ നിഘണ്ടുവില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് സംഘപരിവാരം എന്തെല്ലാം ചെയ്താലും അല്ലേ നമ്മൾ ഉറച്ചു നിൽക്കും. ശാരീരികമായിട്ട് നശിപ്പിക്കാൻ സാധിക്കും. അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ നിലനിൽക്കുന്ന ഒരു ആശയത്തിലാണ്. ആശയത്തെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ഭഗത് സിംഗ് എന്ന് പറഞ്ഞു തന്നെ. അപ്പം അങ്ങനെ നമുക്ക് നേരത്തേനും മണ്ണനൊരു നല്ല ലൈനൂടെ നമ്മുടെ ചാർവാകൻ അങ്ങ് ചൊല്ലിയാൽ സ്നേഹപൂർണം സുധീരം സുനാസ്തികം ജീവിതാന്തര സൗന്ദര്യ സൂചകം നീലഗോളം ഉൾച്ചേർന്ന ഗാലക്സിയിൽ ജ്വാലകൾ വകഞ്ഞ് എത്തിയ ജാഗരം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. എന്തത് എങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യം തൊടുക്കുമന്വേഷണം ജീവജാല നാനാത്വത്തിൽ ഉന്മതൻ നിർമുഖം കാട്ടും ഊർജപ്രചോദനം സ്നേഹപൂർണം സുധീരം സുനാസ്തികം ജ്ഞാനബന്ധുരം ചിന്താസുരഭിലം സൂര്യരശ്മി പോൽ സൂക്ഷ്മം സഹായകം കാലബോധത്തിൽ നിന്നുയർക്കൊള്ളുമീ കാവ്യതീവ്രമാമുത്തരം നാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. ഭാവസാന്ദ്ര മഹാപ്രപഞ്ചത്തിൻ്റെ പ്രായകോശം പഠിച്ച രസാത്ഭുതം കാന്തസൂചിയാൽ സാഗരാതിർത്തികൾ ചൂണ്ടിടുന്ന സഞ്ചാരിതൻ സൗഹൃദം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. ഭൗതികത്തിൻ്റെ ഉൽപ്പന്നം ആത്മാവ് ലൗകികത്തിൻ്റെ ലീലയി കൽപ്പന ഐഹികാനന്ദ തീക്ഷ്ണപ്രവാഹമായി നന്മ നൽകി ജ്വലിക്കുന്ന നാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. അന്ധകാരത്തോടേറ്റുമുട്ടുന്നവർക്ക് ഇന്ധനം മനസ്പന്ദനം നാസ്തികം. വജ്രനക്ഷത്രമാർഗം സുധായനം ലക്ഷ്യനേത്രം തെളിക്കുന്ന വാസ്തവം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. മിത്തിനുത്ഭവശൃംഗം മനസ്സ് എന്ന രക്തസത്യം സ്ഫുരിപ്പിച്ച നാസ്തികം മൃത്യുവിൻ്റെ അജ്ഞാത പ്രദേശത്ത് വെട്ടമായി വന്ന ശാസ്ത്രാവബോധനം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. അർബുദാശങ്കയാൽ എൻ്റെ തൊണ്ടയിൽ കൽക്കരിത്തീ ചുവന്നു കനക്കവേ നിർഭയം വന്ന് ശസ്ത്രക്രിയാമുറിക്ക് അപ്പുറത്തു കടത്തിയ നാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. നിസ്തുലം നിത്യകാമിതം
നിസ്സീമ സ്വപ്നമേഖല ചൂടും വ്രതോത്സവം അക്ഷരം അശ്രുബിന്ദുവിനർത്ഥമായി സ്വസ്ഥ ജീവിതം ചൂണ്ടുന്ന നാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം ഉൾപ്പൊരുൾ തേടി ഓരോ ചതുപ്പിലും അഗ്നി ബാധിച്ചു ഞാൻ അലഞ്ഞിടവേ ദുഃഖഹേതുക്കൾ ചൊല്ലി അസാധ്യമാം മുക്തി തന്ന ബോധിത്തണൽ നാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം സ്നേഹപൂർണം സുധീരം സുനാസ്തികം. കളി കുരിപ്പുഴയോട് വേണ്ട, ശിക്ഷിക്കുന്നെങ്കിൽ ഭദ്രകാളി വന്ന് ശിക്ഷിക്കട്ടെ. നാടൻപാടും മയക്ക് വെച്ച് കെട്ടി അലറാൻ ഒരു ദൈവങ്ങൾക്കും പള്ളികൾക്കും അമ്പലങ്ങൾക്കും ആരും അനുമതി നൽകിയിട്ടില്ല. മൈക്ക് അതിൻ്റെ ആവശ്യമുള്ള കോമ്പൗണ്ടിൽ മാത്രം ഉപയോഗിക്കാൻ നിയമപരമായി അവർക്കത് മൈക്ക് സാങ്ഷൻ കൊടുക്കുമ്പോൾ പോലും നിർദ്ദേശിക്കാറുള്ളൂ. കാര്യം കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തെ അത്രമാത്രം ബാധിക്കുന്നതാണ് ശബ്ദശല്യം. എന്നാൽ ഈ ഉത്തരവുകൾ പാലിക്കാൻ തൻ്റെ ഇടമുള്ള ഗവൺമെൻറ്റും പോലീസും ഇവിടെ ഇല്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ജനങ്ങൾക്ക് മേൽ നിരന്തരം വർഷിക്കുന്നത്. അത്തരമൊരു ശല്യം സഹികെട്ടതുകൊണ്ടാണ് കുരിപ്പുഴ പോലീസിൽ പരാതിപ്പെട്ടത്. അത് നിയമപരമാണ്, ഒരു പൗരൻ്റെ അവകാശമാണ്. അതിനെതിരെ ഏത് ഭക്തജന കൂട്ടായ്മ വാളെടുത്താലും അത് ഞങ്ങൾക്ക് പുല്ലാണ്. കാരണം നിയമത്തിൻ്റെ വഴി മാത്രമാണ് ഞങ്ങൾ തേടുന്നത്. ഒരു ഭദ്രകാളിയുടെയും ശാപം ഞങ്ങൾക്ക് പ്രശ്നമല്ല. രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാകണമെന്നത് മാത്രമാണ് ആവശ്യം. മൈക്കില്ലാത്ത കാലത്ത് ഈ ദൈവങ്ങളൊക്കെ എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്ന് ഭക്തശിരോമണികൾ ആലോചിച്ചാൽ കൊള്ളാം. കുരിപ്പുഴയ്ക്കെതിരായി സംഘപരിവാരത്തിൻ്റെ ചൊറിച്ചിൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. അദ്ദേഹത്തെ നിശബ്ദരാക്കി കളയാമെന്ന് വ്യാമോഹവും ആർക്കും വേണ്ട. ഭക്തിഭ്രാന്തന്മാർ അല്ലാത്ത പുരോഗമന കേരളം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. ഒരു നാവ് അരിയാൻ ആര് ശ്രമിച്ചാലും 1000 നാവുകൾ അതിനെതിരെ ഉയർന്നു വരും എന്നത് മനസ്സിലാക്കണം.